ശരിക്കും ആറാടി സെറ്റ് പൊളി മസ്റ്റ് വാച്ച് കിടിലോ അടിപൊളി, ഒരു രക്ഷയില്ല. ഡയറക്ഷനൊക്കെ അങ്ങ് വേറെ ലെവൽ, അടിപൊളി. ലാലേട്ടൻ, പൃഥ്വിരാജ്, എല്ലാരും, മഞ്ജു വാര്യറിന്റെ ആക്ടിങ് പറയണം, അത് പറയാതിരിക്കുന്നത് അടിപൊളി. എല്ലാരും അടിപൊളി സെറ്റപ്പ്. അവർ രണ്ടുപേരും കൂടെ ചേർന്നുള്ള ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഫൈറ്റ് ഒക്കെ വേറെ ലെവൽ, മലയാളത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ലെവലിലുള്ള ഫൈറ്റ് സീൻ, ഹെലികോപ്റ്റർ ഷോട്ടൊക്കെ അടിപൊളി. രോമാഞ്ചം, ഫുൾ രോമാഞ്ചമായിരുന്നു. ലാലേട്ടന്റെ ആബ്സല്യൂട്ട് കംബാക്ക്, അത്രേ ഉള്ളൂ. കളിയാക്കിയവരൊക്കെ ഒന്ന് പോയി കണ്ടുപോയിരിക്കും. രോമാഞ്ചിഫിക്കേഷൻ സിനിമ, അത്രേ ഉള്ളൂ. എല്ലാരും കാണണം. അയ്യോ, ഇന്റർനാഷണൽ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നമുക്ക് അത് പറയാം. അടിപൊളി. പിന്നെ സ്പോയിലേഴ്സ് ഒന്നും പുറത്തിറക്കാതിരിക്കുക. എല്ലാരും കാണാത്തവര് ഉറപ്പായിട്ടും കാണാം. അമ്മാതിരി പടം, അടിപൊളി. നല്ല പടം, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ പോയി കാണാം. എന്താണ് ഇഷ്ടപ്പെട്ടത്? മേക്കിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മേക്കിംഗ് അടിപൊളി, കുറ്റമൊന്നും പറയാനില്ല. നമ്മളെ ഫസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് സ്റ്റോറിയിൽ എന്താണ് ലൂസിഫറിന്റെ ബാക്കിയാണ്, അപ്പൊ അത് എക്സ്പെക്ട് ചെയ്ത് പോവുക. അങ്ങനെ ഇനിയുണ്ടല്ലോ ബാക്കി വരാൻ. അതെ, ലാലേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? പൊളി. ആക്ഷൻ മൂവീസിൽ തന്നെ കേരളം കണ്ട ഏറ്റവും ബെസ്റ്റ് ഫിലിമാണ്. സൗത്ത് ഇന്ത്യ കാസ്റ്റിംഗ് ഇത് കണ്ടുപഠിക്കണം. അത്രയ്ക്ക് ലെവൽസ് ഓഫ് ഒരു ഹൈപ്രൈസ് ഉണ്ട്. ലാലേട്ടൻ എൻട്രി എനിക്ക് തോന്നുന്നില്ല ഇതിന് മേളിൽ ആർക്കും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതിന്റെ റിവ്യൂസ് അതിന് എനിക്ക് പറയാൻ പറ്റില്ല. എന്നാലും 200 കോഴ്സിന് മേലെ എന്തായാലും ഉണ്ടാവും. നല്ല പടമായിരുന്നു. എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എനിക്ക് ലൈക്ക് ഒരു മാസ് പടം എല്ലാം ഉണ്ട്, പറഞ്ഞെല്ലാം ഒരു ഹൈപ്പൊക്കെ എത്തിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ലൂസിഫർ വേറെ ലെവല്. ഇത് പറഞ്ഞ ഹൈപ്പ് എന്തായാലും പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. സോ ഭയങ്കര ബഡ്ജറ്റ് പടമാണ്. വന്ന് കണ്ടത് ഭയങ്കര ഭാഗ്യമാണ്. ഞാൻ കാണാൻ ഉദ്ദേശിച്ചില്ലായിരുന്നു. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ കാണണം എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചിരുത്തി കൊണ്ടുവന്നാണ്. അപ്പോൾ വന്നത് നന്നായി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. വന്നതിൽ നന്നായിന്നേ ഉള്ളൂ. അവര് പൊളിറ്റിക്സ് ഉള്ളായിരുന്നു. പിന്നെ സ്റ്റോറി വൈസ് നോക്കുകയാണെങ്കിൽ ലൂസിഫറാണ് കുറച്ചും കൂടെ നല്ലത്. മേക്കിംഗ് വെച്ച് ഇത് ഒരു രക്ഷയില്ല. ഒരു മലയാള സിനിമ എന്ന് പറയൂല, എത്ര കിട്ടില്ല. ലാലേട്ടന്റെ സ്ക്രീൻ പ്രസൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പുള്ളി 42 മിനിറ്റ് എന്തോ ഉള്ളതെന്നേ പറയുള്ളൂ. പക്ഷെ നമുക്ക് ഫുൾ ടൈം നിറങ്ങി നിൽക്കുകയാണ്. കൊള്ളാം, അടിപൊളിയായിരുന്നു. ലാലേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ, തകർത്തു, അടിപൊളി. ലാലേട്ടൻ അടിപൊളിയായി. ഒരു സീനൊക്കെ ഉണ്ട്, അതെന്തായാലും കാണണം. ഫാൻസിനുള്ള എല്ലാം ഉണ്ട്. ലാലേട്ടനും പൃഥ്വിരാജും കൂടെ ചേർന്നിട്ടുള്ള ഫൈറ്റ് സീക്വൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാ, എന്തായാലും കണ്ടോക്ക. അടിപൊളിയാ, വർത്ത് വാച്ച്. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? ഹോളിവുഡ് ലെവൽ ഫ്രെയിംസ് ആയിരുന്നു. നല്ലതായിരുന്നു. ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ടുണ്ട്, പടം നന്നായിട്ടുണ്ട്, അടിപൊളി. എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? സൂപ്പർ സൂപ്പർ. എന്താ ഇഷ്ടപ്പെട്ട എന്താ പടത്തില്? അഫ്കോഴ്സ് മോഹൻലാലിനെ കാണാനാ വന്നത്. മോഹൻലാലാണ് കിടിലം. പൃഥ്വിരാജും അടിപൊളി. എന്താണ് ഇഷ്ടപ്പെട്ട എന്താ പടത്തില്? പൊളി പൊളി. എന്താണ് ഇഷ്ടപ്പെട്ട എന്താ പടത്തില്? ഡയറക്ഷൻ അടിപൊളി. പൊളി, സൂപ്പർ. ഗംഭീര ഡയറക്ഷൻ, ഒരു രക്ഷയില്ല. മലയാളത്തില് ഇതുപോലെ ആരും കണ്ടിട്ടുണ്ടാവില്ല. അടിപൊളി, ഒരു രക്ഷയില്ല. ആക്ഷൻ സീൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം കിടിലമാണ് ബ്രോ, എല്ലാം കിടിലമാണ്. മലയാള സിനിമയിൽ സാധാരണ കാണാത്ത ഐറ്റംസ് ഒക്കെ അതിനകത്തുണ്ട്. ഉണ്ട്. എല്ലാരും മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി കാണണം. ഇത് മിസ് ചെയ്താൽ പോയി കാണണം. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സിനിമ. എന്താണ് ഇഷ്ടപ്പെട്ട എന്താ? എല്ലാം ഇഷ്ടപ്പെട്ടു. സ്റ്റണ്ടും എല്ലാം നല്ല ഒരു ഹോളിവുഡ് ഫിലിമിന്റെ എല്ലാം ഉണ്ട്. നല്ല അടിപൊളി. എന്താണ് ഇഷ്ടപ്പെട്ട എന്താ പടത്തില്? എന്താ ഇഷ്ടപ്പെട്ട എന്താ? അങ്ങനെ പറയാനേ കുറെ ഉണ്ട്. മേക്കിംഗ് ഒക്കെ കൊള്ളായിരുന്നു. പൊളി, അടിപൊളി സിനിമയാണ്. രോമാഞ്ചമായിരുന്നു. നല്ല ഇതുണ്ട്. ലാലേട്ടൻ്റെയൊക്കെ ഒരു എൻട്രി, മാസ് എൻട്രി എന്ന് പറഞ്ഞാൽ മാസ് എൻട്രി. കണ്ടിരിക്കുമ്പോൾ തന്നെ പറയാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയും കാണാൻ തോന്നും.